Hey guys, welcome back to our channel. So welcome back to another trailer reaction ആണ് സുഹൃത്തുക്കളെ. ശിവകാർത്തികൻ നായകനാകുന്ന പരാശക്തി എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ശിവകാർത്തികനും നമ്മുടെ ജയൻ രവി, അതായത് ഇപ്പോഴത്തെ നെയിമിലുള്ള രവി മോഹൻ, പിന്നെ അഥർവ, പിന്നെ ശ്രീലീല, ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്യുന്നത് സുധാ കൊങ്ങരയാണ്, അതായത് നമ്മുടെ സൂര്യ പൊട്ടർ മൂവിയിൽ ചെയ്ത പുള്ളിക്കാരത്തി. ഇത് ആക്ച്വലി സൂര്യ ചെയ്യാനിരുന്ന മൂവി ആണെന്ന് കേൾക്കുന്നുണ്ട്. അന്നേരം ആക്ച്വലി ഇതല്ലായിരുന്നു പേര്, വേറെ എന്തൊരു പേരായിരുന്നു. ആക്ച്വലി കൊറോണ സമയത്തെങ്ങാണ്ട് ഒരു സംസാരിച്ചിരുന്നൊരു മൂവി ആണെന്നാണ് ഞാൻ കേട്ടത്. എനിവേ കറന്റ് ഇപ്പം ശിവകാർത്തികനാണ് ചെയ്തേക്കുന്നത്. നായകൻ 9-ാം തീയതി, ഇത് 10-ാം തീയതിയാണ് ഇറങ്ങുന്നത്. സോ എന്തായാലും ട്രെയിലർ കാണാൻ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഞാൻ എന്തായാലും ഇപ്പോഴാണ് കാണാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ജനനായകൻ്റെ ട്രെയിലർ റിയാക്ഷൻ ഇട്ടത് ഒരു കോപ്പിറൈറ്റ് അടിച്ച് കൈ തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഒന്ന് ട്രിം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ട്രിം ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് കുറേ പോർഷൻസ്, അതായത് നമ്മൾ ട്രെയിലർ കണ്ടുകൊണ്ടിരുന്ന കുറേ പോർഷൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ 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 ബിറ്റുകൾ മാത്രം ആയിട്ടുണ്ട്. സോ ഇപ്പം നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ ഓൾമോസ്റ്റ് 3 മിനിറ്റ്സിലോട്ടങ്ങാണ്ട് കുറഞ്ഞിട്ടുണ്ട്. കുറേ എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. സൺ ടി വി ആയതുകൊണ്ട് കോപ്പിറൈറ്റ് അടിച്ചു തരും. സോ അതുകൊണ്ട് നമ്മൾ പോസ് ചെയ്തായിരിക്കും നമ്മൾ കാണുന്നത്. സോ ലെറ്റ്സ് വാച്ച് ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് പരാശക്തി മൂവി ഗൈസ്. ശിവകാർത്തികൻ, ജയൻ രവി. അപ്പം ജയൻ രവി ഇതിനകത്ത് വില്ലനായിട്ടാണോ? 1964 കണ്ടിന്യൂ. अरे हिंदी में बोल मद्रासी. मद्रासी दिल्ली आता, मद्रासी हिंदी बोला. हिंदी कारण मद्राता, हिंदी कारण तमिल बोला. Of course. ஏன் தோர ரசம் சோறலாம் சாப்பிட மாட்டீங்களோ? வாரம் தோற வீட்டுக்கு ശിവകാർത്തികനും അഥർവയും ബ്രദേഴ്സ് ആണെന്ന് തോന്നുന്നു ഇതിനകത്ത്. வந்து போற. எதுக்கு? கேள்வி கூட ரசம் சோத்தீங்க வா. ഡോൺ പിക്ചേഴ്സ്. നമസ്കാരം. ரெக்கமெண்டேஷன் வந்து ஹீரோவானது தண்டம். റേഡിയോ ചോക്കി. காலை செய்திகள். நாடெங்கும் அனைத்து மாநிலங்களிலும் இந்தியை அதிகாரப்பூர்வமாக ஆட்சி மொழியாக்கும் சட்டம் இயற்றப்பட உள்ளது. ആക്ച്വലി ഇതിനകത്തും കുറച്ച് ഈ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തും ഉണ്ട്. ഈ ജനനായകനകത്തും ഒരു ടൈപ്പ് സാധനമാണ്. ഈ പടവും ഫുൾ കുറച്ച് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. படிச்ச என்ன படிக்காத தற்கூரி ஆக்கிட்டாங்க. அப்போ அவன் மூத்த பேரா இருக்கார்ல, இந்திய திணிக்கிற மத்திய சர்க்காருக்கு அடிமை வேலை பார்த்து நல்லா சம்பாதிக்கிறானே. இந்த வீட்டு கொலசாமிடாவே. അതായത് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ അഥർവ ചെയ്യുന്ന ക്യാരക്ടർ സർക്കാരിൻ്റെ ഈ മറ്റേ കൊള്ളരാത്തകൾ അഴിമതിക്കെതിരെയൊക്കെ നിൽക്കുന്ന ഒരാളായിട്ടും, ശിവകാർത്തികൻ റെയിൽവേ ജോലി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ശിവകാർത്തികൻ ചെയ്യുന്നത്. യാ ലെറ്റ്സ് സീ. எனக்கு ஹிந்தி சொல்லி கொடு. இப்படி அழுக்க மூட்டையா வந்தா மண்டையில எப்படி ஏறும்? சுத்த பத்தமா வா. ஓயா. நாளா போக மாட்டேன். பொறுக்கி. யார பொறுக்கின்ற? கறி பொறுக்கி. அண்ணா பெரியார் கிட்ட விருது வாங்கின நீ இந்த புள்ள கிட்ட அடி வாங்கி இந்தி கத்துக்கிட்டு புலம்பு நடத்துவாடா. போடா நீ சொல்லு. ஓ ये एक मूर्ख है. கெமிஸ்ட்ரி படிச்சவங்க உருவாக்கின நெருப்பு வேகமா எரியும். ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. അഥർവ മരിക്കുമെന്നാണ് തോന്നുന്നത്. മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ അഥർവ സർക്കാരിൻ്റെ മറ്റേ ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അപ്പം പുള്ളിക്കാരൻ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ശിവകാർത്തികൻ ആ സ്ഥാനത്ത് വന്നിട്ട് എതിരെ പോരാടുന്ന ഒരാളായിട്ട് അങ്ങനത്തെ സാധനമാണെന്ന് തോന്നുന്നു. தங்க இடம், நேரத்துக்கு சாப்பாடு, போட்டுக்கு நல்ல துணிமணி, கேட்கறப்பெல்லாம் காசு. அதான் போராட்டம் பண்றது கொண்டில கொழுப்பேறி போய் கிடக்கு. குருவன் அமைதியா தான் போயிட்டு இருக்கு. பிரச்சனை எதுவும் இல்லை சார். அப்ப பிரச்சனையை உருவாக்குங்க. ആണ് ഞാൻ ആ പറഞ്ഞത് തന്നെ. എനിക്ക് തോന്നുന്നു അഥർവയുടെ ക്യാരക്ടർ മരിക്കുമെന്ന് തോന്നുന്നു. எப்படி ஊர்த்தா போராடிட்டு இருக்கான்? உங்க மக்களே உங்க மேல யுத்தம் நடத்துறாங்க. நாங்க காலி பாயிலுங்க ஒரு ஜிவி பிரகாஷ் மியூசிக்கல். டெல்லியில இருந்து கிளம்பி வந்திருக்கீங்க. அந்த காலி பயலுங்க தான் மக்களோட பார்வையில தலைவரா தெரியலாம்ல சார். കുറച്ചധികം നല്ലൊരു ബ്രൂട്ടൽ വില്ലനാന്ന് തോന്നുന്നു അത് ജയൻ രവി. உங்க ஊர்ல பதுங்கி இருக்கிற மாணவர்களை உடனே வெளியனுப்புங்க. 1 கோடி பேருக்கு கேட்கிற மாதிரி சொல்லுவோம். சத்தம் கேட்டு அவனே வருவான். അത് തന്നെ
അത് തന്നെ അഥർവ ചെയ്യുന്ന ക്യാരക്ടർ മരിക്കുന്നു. ദെൻ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ശിവകാർത്തികേയൻ ചെയ്യുന്നു. Mr. Anna, are you behind this? ரோஜி, we are not behind this. ஆனா இதை பண்ணவன் யாரா இருந்தாலும் அவன் என் தம்பி. ஆனா தமிழர்கள் ஹிந்திக்கு எதிரானவங்க இல்லைன்னு நான் நினைக்கிறேன். ஆமா, நாங்க ஹிந்தி திணிப்புக்கு தான் எதிரானவங்க. ஹிந்திக்காரங்களுக்கும் இல்லை. I need your orders. பொள்ளச்சொல்லி அடிச்சு பொள்ளச்சொல்லி போச்சிடும். Anti-national scum. செந்தமிழை காக்க பெரும் சேனை ஒன்று உண்டு. അത് കൊള്ളാം. മറ്റേ ബാഹുബലിക്ക് അതൊക്കെ കൂട്ടൊരു ഫേസ് ഓഫ് പോലെ രണ്ടുപേരുടെ. സോ അപ്പോൾ ശിവകാർത്തികേയൻ്റെ 25ാമത്തെ പടമാണല്ലേ. പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു പടം. ഐ തിങ്ക് 1964 നടന്ന ഒരു സ്റ്റോറി ബേസ് ആണെന്ന് തോന്നുന്നു, കഥ പോകുന്നതെന്ന് തോന്നുന്നു. സോ ഞാൻ ആ പറഞ്ഞതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അഥർവ ചെയ്യുന്ന ക്യാരക്ടർ ആക്ച്വലി മരിക്കുന്നുണ്ട്. സോ പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ പ്രൊട്ടസ്റ്റൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ അപ്പോൾ പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഒരു റിവെഞ്ചായിട്ട് ശിവകാർത്തികേയൻ ആ പ്രൊട്ടസ്റ്റ് മുന്നിൽ നിന്ന് നയിക്കുന്നു. സോ അങ്ങനെ ഒരു സം കൈൻഡ് ഓഫ് ഒരു പോരാളി പോലൊക്കെ നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പം ഇവരെ ഒതുക്കാനൊക്കെ ആയിട്ട് ജയൻ രവി ചെയ്യുന്ന ആ ഒരു പോലീസ് ക്യാരക്ടർ ഡൽഹിയിൽ നിന്ന് വരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് സാധനം ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ അപ്പോൾ ഇറ്റ്സ് എ നൈസ് ട്രെയിലർ. സോ ഗൈസ്, അപ്പോൾ അതാണ് പരാശക്തി എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ. സോ എന്തായാലും 10-ാം തീയതി ഇറങ്ങുന്നത്. പിന്നെ ബൈ ദ വേ, നിങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത ജനനായകന് നമ്മുടെ ഇവിടെ ടിക്കറ്റുകൾ എല്ലാ തിയേറ്ററിലൊന്നും ഓപ്പൺ ആയിട്ടില്ലടേ. നമ്മൾ സ്ഥിരമായിട്ട് കാണാൻ പോകുന്ന തിയേറ്ററിലൊന്നും ഓപ്പൺ ആയിട്ടില്ല. സോ വെയിറ്റിംഗ് ആണ് ഗൈസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനായിട്ട്. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.